यत्कटाक्षसमुपासनाविधि सेवकस्य सकलार्थसम्पदा सन्तनोति वचनाङ्गमानसैः त्वां मुरारि हृदयेश्वरीं भजे। यत्कटाक्षसमुपासनाविधि सेवकस्य सकलार्थसम्पदः सन्तनोति वचनाङ्गमानसैः त्वां मुरारि हृदयेश्वरीं भजे। ഹരി ഓം. സാക്ഷാൽ ആദിനാരായണൻ്റെ ധർമ്മപത്നി പദം അലങ്കരിക്കുന്ന ലക്ഷ്മി ഭഗവതി ത്രിഭുവനത്തിനും സകല സദ്ഗുണങ്ങളെയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കാൻ സമർത്ഥയാണ്. ആ അമ്മയുടെ കാരുണ്യാതിശയം പ്രാർത്ഥിച്ചുണർത്തി ബഹുപ്രകാരത്തിലുള്ള അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാവാൻ ശ്രദ്ധയുള്ളവരായിരിക്കാം. കനകധാരാസ്തോത്രം വഴി ജഗദംബയെ പല പ്രകാരം ആരാധിക്കാവുന്നതാണ്. സ്തോത്ര പാരായണവും അർത്ഥം ഗ്രഹിക്കലും ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നാം മുഖ്യമായി ചെയ്തു വരികയാണ്. ഇന്ന് 17ാമത്തെ ശ്ലോകം പരിചയപ്പെടാം. യത്കടാക്ഷസമുപാസനാവിധി സേവകസ്യ സകലാർത്ഥസമ്പദഃ സന്തനോതി വചനാംഗമാനസൈഃ ത്വാം മുരാരി ഹൃദയേശ്വരീം ഭജേ. യത്കടാക്ഷ യാതൊരു ദേവീകടാക്ഷം സമുപാസനാവിധി ഉപാസനാവിധി സേവകസ്യ ഭക്തൻ്റെ ഭൃത്യൻ്റെ സകലാർത്ഥസമ്പദ സകല സമ്പത്തും ആയിരിക്കുന്ന സന്തനോതി വളർത്തുന്നു പുഷ്ടിപ്പെടുത്തുന്നു വചനാംഗമാനസൈഹി വാക്ക് ശരീരം മനസ്സ് ഇവകളാൽ ത്വാം അങ്ങയെ മുരാരി ഹൃദയേശ്വരീം മുരാരിയുടെ ഹൃദയേശ്വരിയെ ഭജേ ഭജിക്കുന്നു. വചനാംഗമാനസൈഹി സേവകസ്യ യത് കടാക്ഷസമുപാസനാവിധി സകലാർത്ഥസമ്പദഃ സന്തനോതി ത്വാം മുരാരി ഹൃദയേശ്വരീം ഭജേ. വചനാംഗമാനസൈഹി വചനം വാക്ക്, അംഗം ശരീരം, മനസ്സ് തന്നെ. വചനാംഗമാനസൈഹി വാക്ക് ശരീരം മനസ്സ് ഇവകളാൽ സേവകസ്യ ജഗദംബയെ സേവിക്കുന്ന ഒരാളുടെ യത് കടാക്ഷ സമുപാസനാവിധി യാതൊരു ദേവീ കടാക്ഷത്തെ ഉപാസിക്കുന്നുവോ അങ്ങനെ സേവകൻ ചെയ്യുന്ന ഉപാസനയ്ക്ക് സകലാർത്ഥസമ്പദഃ സന്തനോതി ആ ഉപാസന സകല അർത്ഥങ്ങളെയും പോഷിപ്പിക്കുന്നു വളർത്തുന്നു. സേവകൻ ജഗദംബയുടെ കടാക്ഷത്തെ ഉപാസിക്കുന്നത് സകല സമ്പത്തിനെയും അർത്ഥങ്ങളെയും വളർത്തുന്നു. ത്വാം അങ്ങനെയുള്ള ജഗദംബയെ മുരാരി ഹൃദയേശ്വരീം മുരനെന്ന അസുരനെ വധിച്ച
ഭഗവാൻ വിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ പരിലസിക്കുന്ന ഈശ്വരീം ജഗദംബയെ ഭജേ, ഞാൻ ഭജിക്കുന്നു. വാക്കും ശരീരവും മനസ്സും ഒക്കെ ജഗദംബയുടെ ആരാധനയ്ക്ക് വേണ്ടി, ഉപാസനാദികൾക്ക് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാവുമ്പോൾ അത് ഭക്തജനത്തിന് സകല സമ്പത്തും ഐശ്വര്യങ്ങളും സാർത്ഥകതയും, ഐശ്വര്യ സമ്പന്നമായ സമ്പത്തും ശ്രേയസ്കരമായ പുരോഗതിയും, ഇത് രണ്ടും ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ജഗദംബയെ ആരാധിക്കുമ്പോൾ, അവിടുത്തെ കടാക്ഷത്തെ ഉപാസിക്കുമ്പോൾ ശരിയായ സമ്പദ് സമൃദ്ധി ഐശ്വര്യസമ്പന്നമായി സംഭവിക്കും. ഭക്തന്മാരുടെ സ്വത്ത് ഈ ഉപാസനാദികൾ കൊണ്ട് സംഭവിക്കുന്ന, വികസിക്കുന്ന, പോഷിപ്പിക്കപ്പെടുന്ന അർത്ഥ സമൃദ്ധിയാകുന്നു. അപ്രകാരമുള്ള ജഗദംബ മുരാരിയുടെ പത്നീപദം അലങ്കരിക്കുന്നു. മുരാരി, മുരൻ എന്ന അസുരനെ ഭഗവാൻ വിഷ്ണു വധിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് അവതരിച്ച് മുരനെ ഹനിക്കുന്നു. അസുരന്മാരുടെ പ്രയോഗങ്ങൾക്ക് വ്യക്തിജീവിതത്തിലെ ദുർഗുണങ്ങളുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനം നൽകും. അങ്ങനെ മുര ശബ്ദം കൊണ്ട് അഹന്തയെ സൂചിപ്പിക്കുന്നു എന്ന് ആചാര്യന്മാർ അറിയിക്കും. മുരൻ ജീവിതത്തിൽ നിരന്തരം അസ്വസ്ഥതയുടെ, അസഹിഷ്ണുതയുടെ മുരളൽ അത് പുലർത്തുന്നതാണ് നമ്മുടെ ജീവിതത്തെ ദ്രോഹിക്കുന്ന മുരാസുരൻ. ശ്രീകൃഷ്ണ ഭഗവാൻ ആ മുരനെ ഹനിക്കാൻ സമർത്ഥനാണ്. ആ ഭഗവാന്റെ പത്നീപദം, ഹൃദയസ്ഥാനം അലങ്കരിക്കുന്ന ലക്ഷ്മി ഭഗവതി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 17-ാം ശ്ലോകത്തെ സംബന്ധിക്കുന്ന അർച്ചനാനാമം ഇപ്രകാരമാവട്ടെ. ഓം മണിപൂരകാഖ്യ പത്മസ്ഥായൈ നമഃ. മണിപൂരകം എന്ന ചക്ര പത്മത്തിൽ അധിവസിക്കുന്നവൾക്കായിക്കൊണ്ട് നമസ്കാരം എന്ന ദേവിയെ ഈ ശ്ലോകം ചൊല്ലിക്കൊണ്ട് നമുക്ക് അർച്ചിക്കാം. ഓം മണിപൂരകാഖ്യ പത്മസ്ഥായൈ നമഃ. ഹരി ഓം.